ഇത് നിൽക്കില്ല എനിക്ക് വേല ഇന്നലെ പട്ടി വിളിച്ച പട്ടി വിളിക്കാനാ അപ്പൊ ഇന്ന് ഞാൻ അമ്മയായിട്ടാ കുക്കിങ്. അമ്മയുടെ സ്പെഷ്യൽ കറി എന്നിട്ട് സ്പെഷ്യൽ കറി വൈദ്യുതിങ്ങ വെജിറ്റബിൾ കറി. അമ്മ വെജിറ്റേറിയനാണ് കേട്ടോ, കുറച്ച് നാളായി. അപ്പൊ അമ്മയുടെ വെജിറ്റേറിയൻ സ്പെഷ്യൽ കറിയാണ് കേട്ടോ. അപ്പൊ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. സൂപ്പ് കറി കേട്ടോ. ചൂടാവുമ്പോ കടുകിട, അപ്പൊ കടുക് പൊട്ടും. അമ്മ പെട്ടെന്ന് ഇട്ട് വീഡിയോ എടുക്കണുണ്ട്. വൈദ്യുതി ഇങ്ങനെയാണ് അമ്മ മുറിച്ച് വെക്കേണ്ടത്. ഇത് വലിയ വൈദ്യുതിങ്ങ കാരണം എങ്ങനെയായത്? അല്ലെങ്കിൽ എങ്ങനെയാ മുറിക്കുക? അത് 4 കഷ്ണം 5 കഷ്ണം 6 കഷ്ണമാക്കി അല്ലെങ്കിൽ 6 കഷ്ണമാക്കിയാൽ മതി ചെറിയ വൈദ്യുതിയാണെങ്കിൽ. അപ്പൊ കടുക് പൊട്ടി വരുമ്പോ ജീരകം എടുത്തിട്ടോ, 1 സ്പൂൺ ജീരകം. കടുക് പൊട്ടി വരുമ്പോ ജീരകം ഇടാം. പിന്നെ പെരുംജീരകം, പെരുംജീരകം 1 സ്പൂൺ വെച്ചിട്ടില്ലേ? ചെറിയ സ്പൂൺ. വേപ്പിലിടാം. ഇനി അപ്പുറത്തൊരു പാനിൽ വെറുതെ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് വൈദ്യുതിങ്ങ വാട്ടാൻ വെക്കാം കേട്ടോ. കറിയുടെ പേര് പറ. എനിക്കറിയില്ല, വൈദ്യുതിങ്ങ കറിയിൽ അറിയാം. ഞാൻ പറഞ്ഞ പേര് പറ. ജീംബൂമ്പ. ജീംബൂമ്പ. ചോറ് കറിയുടെ പേര് വൈദ്യുതിങ്ങ കറിയിൽ നിങ്ങൾക്ക് ഇടാം, നമുക്ക് എന്ത് വേണമെങ്കിലും ഇടാം. പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടെ കറി. അപ്പൊ ഹിന്ദിയിൽ പറഞ്ഞാൽ മതി, എന്റെ ഓഡിയൻസിന് ഹിന്ദി അറിയാം. എനിക്ക് വേല ഇന്നലെ പട്ടി വിളിച്ച പട്ടി വിളിക്കാനാ. എന്റെ കമന്റ് തന്നെ ആരോ പോടി പട്ടീന്ന് വിളിച്ചിട്ടുണ്ട് കേട്ടാ. അമ്മനെ പൊടി പട്ടീന്നൊന്നും വിളിക്കില്ല. എന്റെ കമന്റ്സ് ഒക്കെ നോക്കണം. എന്റെ അമ്മയാണ് കേട്ടോ. അമ്മ അത് വായിച്ചിരുന്ന് വിഷമിക്കുന്ന അമ്മയുടെ പടി എന്തെങ്കിലും പൊട്ട കമന്റ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ ദയവ് ചെയ്ത് നല്ല കമന്റുകൾ മാത്രം ഇടാം. വൈദ്യുതി ഒന്നും കൂടി വാഴണം. അപ്പൊ അമ്മ എന്ത് ചെയ്ത് ഈ അടുപ്പുമ്പോ കത്തിച്ചു കേട്ടോ. അപ്പൊ മറ്റേതുമ്പോ നമ്മളെ കടുക് പൊട്ടിച്ചത് ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതുമ്മ വൈദ്യുതി വാടാൻ വെച്ചിട്ടുണ്ട്. ഒരു വലിയ സബോള ഇട്ടിട്ടുണ്ട്. വലിയ സബോള കേട്ടോ ഒരെണ്ണം. ഒരു വലിയ സബോള ഇട്ടിട്ടുണ്ട് അമ്മ. പിന്നെ 2 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. അതെല്ലാം പറഞ്ഞ സബോള നന്നായി എളുപ്പമാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ വീഡിയോയിൽ കാണിക്കണോണ്ടാണ് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നത്. പക്ഷെ നല്ല രസമാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, അമ്മ ഉണ്ടാക്കിയിട്ടുള്ളതാണ് പറയുന്നത്. വെറുതെ ഒന്നും ഇല്ല. സബോള തക്കാളി വാട്ടിയിട്ട് ഇതൊക്കെ ഇടുക. അതാണ് അത്. അപ്പൊ നമ്മുടെ കപ്പലണ്ടി അരച്ചതോ അതാണ് ഇതിന്റെ മെയിൻ ടേസ്റ്റ് അല്ലേ? ലാസ്റ്റിലെ പറയാൻ പാടില്ല. അത് ലാസ്റ്റ് പറയാൻ പാടുള്ളൂ. അപ്പൊ നമ്മള് അതിന്റെ ഐറ്റംസ് ഒക്കെ മുമ്പ് കാണിച്ചപ്പോ കാണിച്ചെടുത്തില്ലേ? ഞാനൊരു മീൻ പൊളിച്ച വീഡിയോ അപ്ലോഡ് ചെയ്ത് എല്ലാവരും കണ്ടോളൂ. സൂപ്പറായിട്ട് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, പക്ഷെ നല്ല ടേസ്റ്റ്. കഴിച്ചാ ഞാൻ കഴിച്ചിട്ട് അച്ഛനും വിഘ്നേഷനും എടുത്ത് വെച്ചിട്ടുണ്ടാവും. ഞാൻ കേട്ടോ. അവിടുത്തെ അമ്മ ഉണ്ടാക്കാറുണ്ട് കേട്ടോ മീൻ പൊളിച്ചത്. ഞാൻ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നത്. അമ്മ ഉണ്ടാക്കിയിട്ടില്ലല്ലോ ഇവിടെ. ഇവിടെ അടുപ്പൊടി ചുട്ടിട്ടുണ്ട്. മീൻ ചൂടല്ല, നമ്മള് പൊള്ളിക്കണത് വേറെ. അമ്മ കണ്ടിട്ടില്ല പൊള്ളിക്കണത്, ചുട്ടിട്ടുണ്ട്. അയ്യോ പൊളിക്കുന്നുണ്ട്. ഇവിടെ പൊളിപ്പിക്കുന്നുണ്ട്. ഒരു വട്ടം പാല് വന്നപ്പോ അമ്മുറുമി അമ്മൂറല്ലേ? ഏത് മീനാ? ഹമ്മൂറ. പിന്നെ പറയും മുളക് പൊടി 2 സ്പൂൺ മുളക് പൊടി അല്ലേ? ഒരു വലിയ സ്പൂണിൽ വലിയ സ്പൂൺ മുളക് പൊടി ഇട്ടാ. പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി, സ്പൂൺ മല്ലിപ്പൊടി, ഇത്തിരി മല്ലിപ്പൊടി, മല്ലിപ്പൊടി. ഇതൊക്കെ കാണണ്ടേ? അപ്പോൾ കഴിച്ചിട്ടില്ല സത്യം പറയുന്നത്. അയ്യോ കരണ്ട് പോയതാ. അത് വലിയ തക്കാളി 2
2 പച്ചമുളക് ഇതും കൂടി ഇടാം. ഇത് നല്ലോണം മല വൈദ്യുതി ആവുന്നുണ്ട്, നല്ലോണം വടങ്ങുന്നുണ്ട്. അന്നേരം നമ്മുടെ അവിടെ വാടുന്നുണ്ട് കേട്ടോ. കുരുമുളക് പൊടി ഇട്ടാ. കരണ്ട് വന്നു, കരണ്ട് പോയി. കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം കേട്ടോ. തീരെ ഉപ്പിട്ടിട്ടില്ല ഒന്നിലും. ഇപ്പഴ ഉപ്പിടുന്നു കേട്ടോ, ആവശ്യത്തിനുള്ള ഉപ്പ്. ഒന്നും മൂടി വെക്കാം. നല്ലോണം വെന്ത് തുടങ്ങിണ്ടാവും കേട്ടോ. അപ്പൊ തക്കാളിയൊക്കെ നല്ലോണം വെന്ത് തുടങ്ങി. നല്ലോണം വെന്ത് തുടങ്ങി തക്കാളി. പുളിവെള്ളം. ഓക്കെ, പുളിവെള്ളം. ശരി, ഇതിന്റെ പുളിയാണല്ലേ, തക്കാളിയുടെ പുളിയല്ലായിരുന്നു അല്ലേ? കുറച്ച് പുളിവെള്ളം ഒഴിക്കാം കേട്ടോ, വളരെ കുറച്ച്. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നല്ല ജീരകത്തിന്റെയും പെരുംജീരകത്തിന്റെയും ഒക്കെ നല്ല നല്ല മണം വരുന്നുണ്ട്. നെക്സ്റ്റ് എന്താ? വൈദ്യുതി. ഓക്കെ, വൈദ്യുതി ഇട്ടപ്പോ വൈദ്യുതി വാടിയ വൈദ്യുതി അങ്ങനെ നല്ലോണം ഉടഞ്ഞിട്ടില്ല, പക്ഷെ അത് തിരിക്കില്ല. ചിക്കൻ എടുക്കണം പോലെ ഉണ്ടല്ലേ ശരിക്കും. കപ്പലണ്ടി അരച്ചതാണ് കേട്ടോ, അത് ഇതിലേക്ക് ഒഴിക്കാൻ പോവാൻ നമ്മ. അത് വിട്ടിട്ടമ്മ. ഓക്കെ. ഇതാണ് ഇതിന്റെ ടേസ്റ്റ് ആണ് കേട്ടോ. ഇതാണ് സൂപ്പർ. ഇനി അത് കഴുകി ഒഴിക്കണ്ട അമ്മ. ചൂടുവെള്ളം ആട്ട അമ്മ അതിൽ ഒഴിക്കുന്ന ഇത്തിരി ചൂടുവെള്ളം. ഓക്കെ, ഇനി തിളയ്ക്കാൻ പാടുണ്ടത്. മൂടി വയ്ക്കണം. ഓക്കെ, അപ്പൊ പഠിപ്പിച്ചു തരാനൊന്നുമില്ല, യൂട്യൂബിലെല്ലാം മോള്. അമ്മയ്ക്ക് എവിടുന്ന് കിട്ടിയ റെസിപ്പി? ഫേസ്ബുക്കിൽ നോക്കിയപ്പോൾ ദിവസം കണ്ടതാ. അങ്ങനെ 2 പ്രാവശ്യം ഞാൻ കഴിക്കുന്നു. എനിക്കിഷ്ടായി. ഒരു വട്ടം ഞാൻ കഴിച്ചേക്കാം. അപ്പൊ നല്ല രസമുണ്ടായിരുന്നു. വേറെ ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല, ഈ കറി മാത്രമായാൽ മതി. പിന്നെ എൻ്റെ ഒപ്പം വീഡിയോ എടുക്കാൻ പോലെ എന്റെയും എൻ്റെ അമ്മയുടെയും ഡാൻസ് കണ്ടോ എല്ലാവരും? കാണാത്തവര് പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ ബെൽ ബട്ടണും ഞെക്കിക്കോളാം കേട്ടോ. അപ്പൊ ഞങ്ങളുടെ 2 പേരുടെ ഡാൻസ് ഒക്കെ നിന്ന് കമന്റ് ചെയ്തോളൂ. അപ്പൊ ഈ നേരത്തല്ലേ പറയാം നമ്മുടെ വീഡിയോനെ പറ്റിട്ട്. അതൊക്കെ കാണിക്കണോ? അപ്പൊ ഇത് പറയും വേണോ? അല്ലാണ്ട് ഞാനിവിടെ പോയി പറയാനാ? കഴിഞ്ഞ ഫിനിഷായ? ഇനി തുറക്കാൻ പോണ് കേട്ടോ ഫ്രണ്ട്സ്, തുറക്കാൻ പോണ്. ഇനി മല്ലിയില ഇടാം അല്ലേ? കറി നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അതൊന്നിങ്ങനെ വൈദ്യുതി അങ്ങനെ അങ്ങോട്ട് ഉടഞ്ഞു പോയിട്ടില്ല. അടിമുടി സൈഡൊന്നും ഇതായി ഇല്ല. ഇതുപോലെ വേണ്ടത്, ഇങ്ങനെ വേണ്ടത്. അതിന് വൈദ്യുതിയില്ല കേട്ടോ. മല്ലിയില ഇട്ടിട്ട് ഗാർണിഷിനല്ല കേട്ടോ. മല്ലിയിലയുടെ സ്മെല്ല് ഇഷ്ടമുള്ളവർക്ക് ഇടാം കേട്ടോ. എനിക്കൊക്കെ ഇഷ്ടം. അതിന്റെ ടേസ്റ്റ് ഇഷ്ടം എനിക്ക്. മല്ലിയില കഴിഞ്ഞ മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ മൂടി വെക്കുക. ഓഫാക്കണ്ടേ? മൂടി വെച്ച് ഓഫാക്കി ഫിനിഷായ? ഞാനൊരു വട്ടം ഭക്ഷണം കഴിച്ചതാട്ടോ ഫ്രണ്ട്സ്. നീരിട്ടുന്ന ചോറ് എടുക്കുമ്പോൾ ഞാനും ചോറുണ്ട്. പിന്നെ മീൻ പൊള്ളിച്ചതൊക്കെ കൂട്ടിയിട്ട് ചോറ് എടുക്കണം. മീൻ പൊള്ളിച്ചതിൻ്റെ വീഡിയോ എന്തായാലും കണ്ടോ എല്ലാവരും? അങ്ങനെ എടുക്കുക, ഒഴിക്കുക, ഒഴിക്കുക. ഓക്കെ കേട്ടോ. അമ്മണ്ടാക്കിയ കറി ഞാൻ ടേസ്റ്റ് നോക്കുള്ളൂ കേട്ടോ. നല്ല ചൂടുണ്ട്. ഈ വൈകിട്ട് അടയ്ക്കണല്ലേ? ഇത് വലുത് ഉടഞ്ഞിരിക്കുന്നത് ഞാൻ അടിഞ്ഞു പോകും. അപ്പം അതിങ്ങനെ ഇതിൻ്റെ ഉള്ളിക്കൂടെ ചോറിക്കൂടെ മിക്സാക്കി വയ്ക്കും. നിങ്ങൾ വിചാരിക്കും നമ്മളെല്ലാവരും നല്ല രസമുണ്ടെന്ന് പറയുന്നത്. രസമുള്ളത് കൊണ്ടാണ് രസമുള്ളത് പറയുന്നത്. ഓക്കെ,
രസമുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ.